നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 66 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. അക്ഷരനക്ഷത്രം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകനായ ഷിലിൻ, എഴുത്തുകാരി പ്രിയങ്ക പവിത്രനും ചേർന്ന് സ്നേഹാദരവ് സംഘടിപ്പിച്ചു. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടി 48 വയസ്സുള്ള റഫീഖ്, മണത്തല സ്വദേശി റജോബ് മൻസിൽ 18 വയസ്സുള്ള ഫർഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടികയിലെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു 3 പീടിക സെന്ററിന് തെക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു മാർച്ച്. DCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ CC ബാബുരാജ്, CS രവീന്ദ്രൻ, നേതാക്കളായ മണി കാവുങ്ങൽ, KK കുട്ടൻ, TK പ്രകാശൻ, സുധാകരൻ മണപ്പാട്ട്, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ശോഭന രവി, ബീന സുരേന്ദ്രൻ, PM സലീം, ഡേവിസ് മാളിയേക്കൽ, ഉമറുൽ ഹാറൂൺ, PS ഷാഹിർ, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ, KB അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നാളുകളായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും നിയമസഭയിൽ നമ്മുടെ മറ്റു ജനപ്രതിനിധികളുമെല്ലാം വളരെ വികാരപൂർവം ഈ നാടിന്റെ ആരോഗ്യ മേഖലയുടെ ദുരവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു നടപടികളുമില്ലാതെ കേരളം നമ്പർ 1 എന്നുള്ള പരസ്യവാചകത്തിന്റെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താനും അനുയായികളും. നമുക്കറിയാം, ശരിക്കും ഒരു ആലിബാബയും കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവരെ പറയാൻ സാധിക്കുക. നമ്മുടെ നാടിന്റെ ദുരിതം, അല്ലെങ്കിൽ നമുക്കറിയാം, കേരളം മാത്രമല്ല, കേരളം നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആരോഗ്യ രംഗത്തും ശുചിത്വ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ കേരളം ഇന്നറിയപ്പെടുന്നത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും മൂല്യച്യുതികളെയും ദാരുണമായ സംഭവങ്ങളുടെയും പേരിലാണ്. ലോകം മുഴുവനുമുള്ള ചാനലുകൾ കേരളത്തിന്റെ ഈ ദുരവസ്ഥയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമ്പർ 1 എന്ന്, താഴെ നിന്നാണോ മുകളിൽ നിന്നാണോ എന്ന് പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അക്ഷരനക്ഷത്രം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകനായ ഷിലിൻ, എഴുത്തുകാരി പ്രിയങ്ക പവിത്രനും ചേർന്ന് സ്നേഹാദരവ് സംഘടിപ്പിച്ചു. മതിലകം ഹെൽത്ത് എയ്ഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹാദരവ് ET ടൈസൺ മാസ്റ്റർ ML ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്,
കവിയും ഗാനരചയിതാവുമായ ഏങ്ങല്ലൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിവിധ രംഗങ്ങളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. SM ജീവൻ, ഹിമാഷിൻ ജോ, നൌഷാദ് പാട്ടുകുളങ്ങര, ബഷീർ വടക്കൻ, പ്രഭ ദാമോദരൻ, ഗീത മേലേടത്ത്, ഹരി കെ പുരക്കൽ, E ജിനൻ, സുനിൽ P മതിലകം, ഷീജ കൃഷ്ണകുമാർ, റജിഷ റഹ്മാൻ, ആമി, അക്ബർ താമരക്കുളം എന്നിവരെയാണ് ആദരിച്ചത്. നമ്മുടെ എഴുത്തുകാർ വരുമ്പോൾ, അതുപോലെ തന്നെ അനൗൺസ്മെന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ രംഗത്ത് വരുമ്പോൾ ഒക്കെ മിടുക്കന്മാരായിട്ടുള്ളത് സുനിൽ പ്രസാദക രംഗത്ത് വരുമ്പോൾ അങ്ങനെ ഓരോ ആളുകൾ അങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും ഉള്ള ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി അവർക്കൊരു ആദരവ് കൊടുക്കുക എന്നുള്ള ചടങ്ങ് ചെറുതല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതൊരു ഗൗരവപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ മിക്കവാറും ആദരവ് കിട്ടുന്നവർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അതൊരു പ്രയാസമുള്ള സംഗതിയല്ല അല്ലേ? നമുക്ക് നമ്മൾ പരസ്പരം ഇവിടെയൊക്കെ അധികമുള്ള ആളുകൾ വരാനും സാധ്യതയില്ല. അങ്ങനെ അതിനിടയ്ക്ക് നമ്മൾ നല്ല ശ്രമം നടത്തിയിട്ട് വേണം. എന്തായാലും ഇത്തരം ഒരു ചടങ്ങ് നിർവഹിക്കാൻ ഷിജിനാണ് നല്ലോണം ഗൗരവപ്പെട്ടൊരു എഫർട്ട് എടുത്തതെന്ന് പറയുന്നത് നല്ലത്. എനിക്കൊന്നും ഇങ്ങനെ അതൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കൂടിയിരിക്കാൻ പറ്റിയ രസമുള്ളൊരു സ്ഥലമാണ്. ജീവിതത്തിൽ ഇവിടെ ഒരു വൈകിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി രസം ഇവിടെ വന്നിരിക്കാൻ അല്ലേ? അങ്ങനെ കൂടിയിരുന്ന് അവരുടെ രചനകളും അവരൊരു ആളും അവരെ പരിചയപ്പെടലും ഒക്കെ നടത്താനുള്ള ഒരു വേദിയായി ഇതോ അപ്പുറം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ആളുകളുടെ പേരൊന്നും പറഞ്ഞിട്ട് കേട്ടത് സുധ നമ്മുടെ അമ്മ വീടൊക്കെ ഇരിക്കുന്നത് വലിയ വലിയ ആളുകളെ വേറെ ഇരിക്കുന്നില്ല. എല്ലാവരും പേര് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് പറയുന്നത് നൗഷാദ് മാഷ് നിൽക്കുന്നത്, നമ്മുടെ റഷീദ് അപ്പുറത്ത് എല്ലാവരും ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ഉള്ളൊരു പ്രശ്നം നമുക്കറിയാമല്ലോ, നാട് എങ്ങനെ മാറുന്നു നമുക്കറിയാം. നല്ലപോലെ മതിൽ കെട്ടാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ളവർക്ക് എല്ലാ ആളുകളും പല പല സന്ദർഭങ്ങളിൽ പല പല കാര്യങ്ങളിലൊക്കെ കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ അതീതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ ശക്തമായി ചേരുക എന്നാണ്. നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുക എന്നാണ്, ഒരുമിച്ച് കാര്യങ്ങൾ പറയുക എന്നാണ്. അങ്ങനെ പറയുമ്പോഴുള്ള വ്യത്യാസം നമ്മളിപ്പോൾ പറയുന്നേക്കാൾ എത്രയോ തീവ്രമാണെന്ന് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. കാലം ആവശ്യപ്പെടുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അവർക്കിത് ആദരവിനുപരി നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് പോയിക്കോളൂ എന്ന് പറയാനുള്ള ആർജവം കാണിക്കലാണ് പ്രിയങ്കിയും ഹബീബ് സലീം ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷമുള്ള നന്മയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്നത് അമ്മ വീട്ടിലാണ് അല്ലേ? ഞാൻ പറയും അത് വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ? നമ്മൾ ആൾക്കാരെ ഉപേക്ഷിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഉപേക്ഷിക്കലാണ് നമ്മുടെ ഒരു പരിപാടി. ചരിത്രത്തെ ഉപേക്ഷിക്കുക, മറക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പരിപാടിയായിട്ട് നമ്മൾ കൊണ്ടാടപ്പെടുന്നത്. നമ്മളെവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ദിശ നമുക്ക് തെളിഞ്ഞു കിട്ടുക. ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒരു കുഴപ്പം. നമുക്ക് എല്ലാ വഴിയിലൂടെയും നടക്കാൻ സമരം ചെയ്ത ആളുകളുണ്ട്. അവർ നമ്മൾ വല്ലപ്പോഴും ഓർക്കാറുണ്ട്. എല്ലാവർക്കും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത ആളുകൾ വരെയുണ്ട്, അവരെയും ഓർക്കാറില്ല. അധ്യാപകർക്ക് ശരിയായ ശമ്പളം ലഭിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതൊട്ട് അധ്യാപകർ പോലും ഓർക്കാത്തൊരു കാര്യമാണ് ശരിക്കും. അവർക്ക് മറവിയുടെ ഒരു ലോകത്താണ്. അവിടെയാണ് നമ്മൾ ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരം ആദരവ് കിട്ടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ട് കലാകാരന്മാരായിട്ടും മറ്റു പല രീതികളിലും. അതൊക്കെ ഒരു കല, രണ്ട് ലോകത്തിൽ രണ്ട് ചില ആളുകളുള്ളതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. മാവിൻചൂട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷറ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധു ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിലെ ബേക്കറിയിലാണ് 2 വർഷമായി സാബിർ ജോലി ചെയ്യുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്താ നേരം തുടരുന്നു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരളത്തിലെ ആരോഗ്യമേഖല ദശശബ്ദങ്ങളായി കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ 4.5 വർഷത്തിൽ വീണ ജോർജിന്റെ ഭരണത്തിൽ വെന്റിലേറ്ററിലായെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുക, ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് സർക്കാർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ച ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, CM നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, കോൺഗ്രസ് നേതാക്കളായ CV വികാസ്, സന്തോഷ് മാസ്റ്റർ, PS സുൽഫിക്കർ, PM സിദ്ദിഖ്, K രാജീവ്, ചന്ദ്രൻ താനു, ഷൈൻ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോൾ, അസുഖം ആർക്കും വരാം, ഞങ്ങൾ അതിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ സാധാരണക്കാരന് കിട്ടാത്ത ചികിത്സ, സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത ചികിത്സ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വെന്റിലേറ്ററിൽ അപകടാവസ്ഥയിൽ തുടരുമ്പോൾ ഈ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തന്റെ ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് കടന്നു കളഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, കേരളത്തിൽ നിന്നാൽ ഇവിടെ കൃത്യമായ ചികിത്സ തന്റെ സർക്കാരിന് കീഴിലുള്ള ആശുപത്രിയിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യ കർഷക സംഗമവും ആദരിക്കലും നടത്തി. ചടങ്ങിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, സെക്രട്ടറി സുഷമ P, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രുതിമോൾ UM, പ്രൊമോട്ടർമാരായ KK ഉണ്ണികൃഷ്ണൻ, അമ്പി രാധാകൃഷ്ണൻ, സാഗർ മിത്ര, റിഷാന VA, ഓഫീസ് അസിസ്റ്റന്റ് അനീഷ് KM എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കാർഷിക മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു സമ്മിശ്രമായിട്ട് നിൽക്കുന്ന അതിൽ കൃഷിയുണ്ട്, മത്സ്യമുണ്ട്, മറ്റു വിവിധ ഇനങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഇതാണ്. നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറത്ത് പലതും സംഭവിക്കുകയാണ്. മത്സ്യ കൃഷിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ചെറിയ തോതിലെങ്കിലും ഇത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തി അതിൽ നിന്ന് ഉൽപാദനം ഉണ്ടാക്കി അതിൽ നിന്നും ഉപജീവനം നടത്തുന്ന ധാരാളം നാമമാത്ര ചെറുകിടായിട്ടുള്ള ഈ മേഖലയിൽ കൃഷിക്കാരുണ്ട്. അതോടൊപ്പം തന്നെ കുറേ കൂടി വിപുലമായ തോതിൽ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിവിധ പാടശേഖരങ്ങളിൽ പരമാവധി ആ രീതിയിൽ ഇത് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു പരിപാടിയാണ് വിത്തും മീനും എന്നുള്ള പദ്ധതി. തൃശൂർ ചാലക്കുടിയിൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 1,08,00,000 രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ പണം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പത്തനംതിട്ട പന്തളം കോഴിക്കോട് സ്വദേശിയായ 22 വയസ്സുള്ള കിഴക്കേവീട്ടിൽ അക്ഷയരാജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് പന്തളത്ത് നിന്നും പിടികൂടിയത്. ചാലക്കുടി പരിയാരം സ്വദേശിയായ പരാതിക്കാരനെ ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുന്ന ബാരിക് ഗോൾഡ് ക്യാപിറ്റൽ എന്ന ട്രേഡിംഗ് കമ്പനിയാണെന്ന് ഫേസ്ബുക്ക് മെസ്സേഞ്ചർ, വാട്സാപ്പ് ആപ്പ്, ടെലിഗ്രാം എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് അയച്ച് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് ചെയ്യുന്ന വാലറ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ട്രേഡിംഗ് നടത്തുന്നതിലേക്കായി 2024 നവംബർ 4 മുതൽ 2025 ഫെബ്രുവരി 25 വരെയുള്ള കാലയളവുകളിലായി
ചാലക്കുടിയിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതികളുടെ RS എന്റർപ്രൈസസ് എന്ന പേരിൽ എടുത്തിട്ടുള്ള മറ്റൊരു അക്കൗണ്ടിലേക്ക് വിവിധ തീയതികളിലായി മൊത്തം 34,06,300 രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തതായും ഈ അക്കൗണ്ടിൽ നിന്നും ഈ കേസിലെ പ്രതിയായ അക്ഷയ് രാജിന്റെ പേരിലുള്ള വൈറ്റിലയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല തീയതികളിലായി മൊത്തം 8,96,000 രൂപ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ളതായും ആ അക്കൗണ്ടിൽ നിന്നും 20/12/2024 തീയതി 1 ലക്ഷം രൂപ ബാംഗ്ലൂരിലെ ATM വഴി പിൻവലിച്ചിട്ടുള്ളതായും 24/12/2024 ചെക്ക് ഉപയോഗിച്ച് 2,93,000 രൂപ ബാംഗ്ലൂരിലെ ബാങ്കിൽ നിന്നും മൊത്തം 3,93,000 രൂപ പിൻവലിച്ചതായും കാണപ്പെട്ടുള്ളതാണ്. ബാക്കിയുള്ള തുക മറ്റു പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് അക്ഷയ് രാജിന്റെ അക്കൗണ്ടിലൂടെ അയച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പീച്ചി ഡാമിൽ വീണ് കരാർ ജീവനക്കാരൻ മരിച്ചു. പീച്ചിയിൽ ഡാം പമ്പിംഗ് സ്റ്റേഷൻ കരാർ ജീവനക്കാരൻ ഡാമിൽ വീണ് മരിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി 41 വയസ്സുള്ള അനു ആണ് മരിച്ചത്. തൃശൂരിലേക്കുള്ള അമൃത് പദ്ധതിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഫ്ലോട്ടിംഗ് ഇൻ ടൈം ജോലിയുമായി ബന്ധപ്പെട്ട് ഡാമിലെ പൈപ്പിന്റെ വാൽവുകൾ പരിശോധിക്കുന്നതിനിടെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. ബുധൻ വൈകിട്ട് 6:30 മൃതദേഹം കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടന്നു. അക്ഷരനക്ഷത്രം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകനായ ഷിലിൻ, എഴുത്തുകാരി പ്രിയങ്ക പവിത്രനും ചേർന്ന് സ്നേഹാദരവ് സംഘടിപ്പിച്ചു. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.